ഇവിടെയാണെങ്കിൽ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ രണ്ട് ഉമ്മാമാരും ബിസിയാണ്. കുഞ്ഞിൻ്റെ തുണികളൊക്കെ തേച്ച് മടക്കി വെക്കുവാണ്. നമ്മൾ കഴുകിയിട്ടിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും ഉണങ്ങി കിട്ടിയത് ഇപ്പോഴാണ്. പിന്നെ ഈ വെള്ളം മുണ്ടിങ്ങനെ കീറി കീറി പീസാക്കി വെക്കണമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പണിയിലാണ് ഇവർ രണ്ടുപേരും. ഹോസ്പിറ്റൽ ബാഗിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചെങ്കിലും ഓരോന്ന് കഴുകി മടക്കി തേച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും ഹോസ്പിറ്റൽ ബാഗ് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ല. ഞാൻ കുറേ സാധനം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിക്കുന്നുണ്ട്. സാധനങ്ങൾ ഫുള്ള് കിട്ടിയിട്ട് ഹോസ്പിറ്റൽ ബാഗിൻ്റെ ഒരു വീഡിയോ സെറ്റാക്കാൻ കേട്ടോ ഞാൻ വിചാരിച്ചേക്കുന്നത്. പിന്നെ ഉമ്മ ഇപ്പോൾ ഈ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ഒരു ഡ്രസ്സ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് കുറേ പേര് എവിടെ നിന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നെ കേട്ടോ. എയ്സൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള 2 അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണമാണത്. എൻ്റെ ഡ്രസ്സും വെള്ളമുണ്ടൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കുട്ടി ഉടുപ്പൊക്കെ ഞാൻ തന്നെ കേട്ടോ ഇരുന്ന് തേക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം മൂലം മാത്രമാണ് സ്റ്റൂളിട്ട് ഞാൻ റിസ്ക് എടുത്താണെങ്കിലും തേക്കുന്നത്. എൻ്റെ ഇടവും വലവും നിന്നിട്ട് 2 ഉമ്മാമാരും പറയുന്നുണ്ട്, നീ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ചെയ്യുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാറി മാറി അത് തേച്ച് വെച്ചോളാന്ന്. കുറച്ച് സാധനങ്ങൾ തേച്ചിട്ട് പിന്നെ ബാക്കി ഡ്യൂട്ടി ഞാൻ അവർക്ക് കൊടുത്തു. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡിന് നമ്മൾ അടുക്കളയിലോട്ട് തിരിഞ്ഞത്. സംഭവം ഗ്യാസ് ഇല്ലായിരുന്നു കേട്ടോ. ഗ്യാസ് കിട്ടുവാൻ നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്തതാണ്, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ പിന്നെ അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇന്ന് വെക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. മജ്ബൂസ് ആണാന്ന് ചോദിച്ചാൽ അല്ല, മധുഹൂത്ത് ആണാന്ന് ചോദിച്ചാൽ അതുമല്ല. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ടിൻ്റെ റെസിപ്പി നോക്കിയിട്ട് ഞാൻ കൂടി കലർത്തി ഒരു റൈസ് അങ്ങോട്ട് ഉണ്ടാക്കി. ഇവിടുത്തെ ഉമ്മാക്ക് പിന്നെ ഇങ്ങനത്തെ ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഈ നെയ്ച്ചോറ്, ബിരിയാണി, അതേപോലെ തന്നെ മഞ്ഞച്ചോറ്, മസാലച്ചോറ് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആൾ കഴിക്കാറില്ല. അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉമ്മ കുറച്ച് അടുപ്പത്ത് വെറുംചോറ് വെച്ചിട്ട് അതാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ ഞാനും ഷിനാജും എൻ്റെ ഉമ്മയും കൂടെ ഈ റൈസും കഴിച്ചു. ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കാനും സിമ്പിളാണ്, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. എന്തെങ്കിലും ഒരു അച്ചാറോ സലാഡോ സൈഡായിട്ടുണ്ടെങ്കിൽ ശുഭം. വെറുംചോറാണെങ്കിൽ നമ്മൾ എത്ര കൂട്ടം കറി ഉണ്ടാക്കണമല്ലേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമില്ല. റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പുതിയ വീട്ടിലേക്ക് ഞാനും ഷിനാജും കൂടെ ഒരു ചാക്ക് സാധനങ്ങൾ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അതും കൊണ്ട് പോയി വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് തിരിച്ച് പോകാൻ നിന്നപ്പോഴത്തേക്കും പിന്നെയും മഴ അങ്ങോട്ട് തുടങ്ങി. ഇവിടുന്ന് വീഡിയോ എടുത്താനുള്ള ഒരു നെഗറ്റീവ് വെളിച്ചം ഭയങ്കര കുറവായിരിക്കും കേട്ടോ. നമ്മൾ കസിൻ്റെ വീട്ടിൽ പോയാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊരു വിധത്തിൽ എടുത്ത്